വള്ളിപ്പയർ നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വള്ളിപ്പയർ നടുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നടുന്ന സ്ഥലത്ത് നമ്മൾ ചവറിട്ട് കത്തിക്കുമ്പോൾ ചാരം പയറിന് ആവശ്യമാണല്ലോ. അപ്പോൾ ചവറിട്ട് കത്തിച്ചതിന് ശേഷം ഇതിൻ്റെ തടമെടുത്ത് റെഡിയാക്കാം. ആ തടമെടുത്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നടാൻ പാടുള്ളൂ. അപ്പോൾ ആ തടം നമുക്കൊന്ന് റെഡിയാക്കാം. അതിന് തന്നെ ഇടാം. ചാരം കണ്ട കത്തിച്ച ചാരമാണ്. ഇതൊക്കെ ഇതിനുള്ളിലിട്ട് ഞാൻ റെഡിയാക്കണം. റെഡിയാക്കി വേണ്ട. ഇതിൻ്റെ വിത്താണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരു പ്രാവശ്യം വിത്ത് മേടിക്കുള്ളൂ, പിന്നെ രണ്ടാമത് വിത്ത് മേടിക്കില്ല. കാരണം ഇതിന്മേൽ നമ്മൾ ഉണ്ടാക്കണ വിത്ത് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അതങ്ങനെ ഒരു വിത്ത് ഉണക്കി മുളപ്പിച്ച് ഇതാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നടാൻ പോണത് കേട്ടോ. ഇതങ്ങനെയാണ്, ഇത് ഉണക്കി വയ്ക്കണം വിത്തിന് വേണ്ടിയിട്ട്. എടാ ഇത്ര നീളമുള്ളതാണ്. ഇപ്പോൾ ഉണങ്ങിയിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാല. ഇത് ഈ ടൈപ്പ് വേണ്ട ഉണ്ടായി വരുന്നതാണ്. അപ്പം ഇനി നമുക്കതൊന്ന് നടാട്ടാ. ഏതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നടാം. ചാരം ഇട്ടിരുന്നില്ലേ, ആ ചാരം ഇട്ടത് മിക്സ് ചെയ്ത് കാഞ്ഞിട്ട് മണ്ണിൽ മിക്സ് ചെയ്ത് കാഞ്ഞിട്ട് നടേണ്ട പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മളിനി വളർന്നു ഇടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിനി വിത്ത് നടാം. കുറച്ച് നനച്ചു കൊടുക്കണം. ആ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിത്ത് ഇടാം കേട്ടോ. അപ്പം നനയ്ക്കാൻ നോക്കണം. അപ്പം ഇപ്പം ഞാൻ വെള്ളം ചാലാകട്ടെ. ഓക്കെ, ഇപ്പം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. പയറിടുന്നതല്ല, അപ്പോൾ നനവ് വേണ്ടേ. ഞാൻ വെള്ളത്തിലിട്ട കുരുവാണ്, ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ട കുരുവാണ്. എന്നിരുന്നാലും നനവ് വേണം. പയറിനാകുമ്പോൾ ചാരണം ആവശ്യം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുത്തി കൊടുത്താൽ മതി. കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ വളങ്ങളോ മറ്റുള്ളതും ചെയ്യണ്ട. നനച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വേനൽക്കാലല്ലേ, അപ്പോൾ നനച്ചു കൊടുക്കുക. ഇപ്പം ഇവിടെ നന കഴിയണം കേട്ടോ. അപ്പം നന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഇടാം. അപ്പോൾ അതാണ്ട ആ ചാരത്തിൻ്റെ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി. 10 കട മതി, 10 കട 5 കടയൊക്കെ ഉണ്ടായാലും സുന്ദരമായിട്ട് നമുക്കൊരു വീട്ടിലേക്ക് കറിക്കുള്ളത് ഇഷ്ടംമാതിരി ഉണ്ടാവും കേട്ടോ. അതാണ് ഈ പയറിൻ്റെ ഗുണം. ഇതാണ് കേട്ടോ വിത്ത്. ഇത് നമ്മുടെ ആ പയറുമെന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ വിത്ത് തന്നെയാണ്. അപ്പോൾ അതാണ് നടന്നത് കേട്ടോ. ഇത്ര വിത്തുണ്ട്. അത് നട്ടതിന് ശേഷം നടട്ടെ. അപ്പോട്ടാ കുത്തി കൊടുക്കുക വേണ്ട സാധനം. പിന്നെ ഇവിടെ കിടന്നാണ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലാവിഷായിട്ട് ആവശ്യത്തിന് വന്ന് പൊട്ടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോൾ നമ്മുടെ പയറ് കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നനച്ചു കൊടുത്ത് ഇനിയിപ്പോൾ എന്നും ഡെയിലി ഒരു 2 നേരം നനയ്ക്കുക, രാവിലെയും വൈകുന്നേരം. ആ നന കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു പന്തലുമാതിരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ പയറ് നമുക്ക് പിന്നെ കറിക്ക് സുഖസുന്ദരം പൊട്ടിക്കാം. സന്തോഷമല്ല നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പയറ് നടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പയറുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം.